ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പോക്കോ F1 വേണ്ടിയിട്ട് ഓക്സിജൻ OSന്റെ ഒരു പുതിയ റോം കൂടെ വന്നിരിക്കുകയാണ്. GG2020 എന്നാണ് ഈ ഒരു റോമിൻ്റെ പേര്. ഊഫ് ഗാങ് എന്ന് പറഞ്ഞ ഡെവലപ്പേഴ്സ് തന്നെയാണ് ഈ ഒരു റോം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1+7 ബേസ് ചെയ്തിട്ടുള്ള റോമാണ്. ഓക്സിജൻ OS 10 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 10 ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു റോം എങ്ങനെയാണ് പോക്കോ F1 പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് എത്ര കിട്ടുന്നു, ഇതിനകത്ത് ഫീച്ചറുകൾ എന്തൊക്കെയുണ്ട്, എല്ലാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഒരു വലിയ സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാൻ നമ്മുടെ ഓക്സിജൻ OSന്റെ ദീപാവലി ധമാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോമിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് സെക്ഷനിൽ പോപ്പപ്പ് വരും, നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു റോമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വലിയ ചേഞ്ചസ് ഒന്നും ഈ ഒരു GG2020 എന്ന് പറഞ്ഞ വെർഷനിൽ വന്നിട്ടില്ല. രണ്ടിനകത്തും ഓൾമോസ്റ്റ് സെയിം സ്പെക്സും അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ളൊരു മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ദീപാവലി ധമാക്ക എന്ന് പറഞ്ഞ ബിൽഡ് അത് 1+7T ബേസ് ചെയ്തിട്ടുള്ളതാണ്. GG2020 എന്ന് പറഞ്ഞാൽ അത് 1+7 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് ഈ രണ്ടും തമ്മിലുള്ള ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ. ഇനി പുതുതായിട്ട് വന്നിട്ടുള്ള 1-2 മാറ്റങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് GG2020 വെർഷനകത്ത് മക്ലാരൻ എഡിഷൻ്റെ തീം കാണാനായിട്ട് പറ്റുന്നുണ്ട്. മക്ലാരൻ എഡിഷൻ്റെ തീം എന്ന് പറയുമ്പോൾ ആംബിയൻ ഡിസ്പ്ലേ ക്ലോക്ക്, അതുപോലെ തന്നെ ഹൊറൈസൺ ലൈറ്റിങ്ങിലൊക്കെ നമുക്കൊരു മക്ലാരൻ്റെ തീം കാണാം. പിന്നെ ഐക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു മക്ലാരൻ എഡിഷൻ പോലെ നമുക്ക് നമ്മുടെ പോക്കോ F1 മാറ്റിയെടുക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ ഒരു തീം എന്ന് വെച്ചാൽ അത് സൈബർ പങ്കിൻ്റെ തീമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആംബിയൻ ഡിസ്പ്ലേ ക്ലോക്കും അതുപോലെ തന്നെ ആ ഒരു ഹൊറൈസൺ ലൈറ്റിങ്ങും സൈബർ പങ്കിൻ്റെ പോലെ ആവുന്നുണ്ട്. ഐക്കൺസും കാര്യങ്ങളെല്ലാം അതേ കണക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ സൈബർ പങ്ക് തീം ഇഷ്ടമുള്ളവർക്ക് അതിടാം. ഹൊറൈസൺ അല്ലെങ്കിൽ നമ്മുടെ മക്ലാരൻ എഡിഷൻ്റെ തീം ഇഷ്ടപ്പെട്ടവർക്ക് അത് വിടാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി ബാക്കിയുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട ദീപാവലി ധമാക്കയുടെ സെയിം ചേഞ്ചിലൊക്കെ തന്നെയാണ്. 100% ബഗ്ലെസ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ 1-2 ബഗ്ഗുകൾ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് HDR വീഡിയോ സപ്പോർട്ട് ഉണ്ട്. യൂട്യൂബിലും ബാക്കി നെറ്റ്ഫ്ലിക്സിലും ഒക്കെ HDRൽ വീഡിയോ കാണാനായിട്ട് പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഡോൾബി അറ്റ്മോസ് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വിസിബിൾ ആയിട്ടുള്ള കുറേ ചേഞ്ചസ് ഒന്നും ആ ഒരു ദീപാവലി ധമാക്ക റോമിൽ നിന്ന് നമുക്ക് ഈ ഒരു GG2020 കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അണ്ടർ ദ ഹുഡ് ചേഞ്ചസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വിസിബിൾ അല്ലാത്ത കുറേ ചേഞ്ചസ് ഇവിടെ വരുത്തിയിട്ടുണ്ട്. ആദ്യമേ തന്നെ സ്മൂത്ത്നെസ് നല്ല രീതിയിൽ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ശരിക്കും ഒരു OnePlus ഡിവൈസ് യൂസ് ചെയ്യുന്ന കണക്കത്തൊരു ഫീലൊക്കെ വരും. അത് സൂപ്പറായിട്ടാണ് ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പ് ഓപ്പണിംഗ് ടൈം ആവട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റോമിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ബഗ്സ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ റിംഗ് ടോൺ ചേഞ്ചിങ് ബഗ്ഗാണ്. അതായത് നിങ്ങൾക്ക് നോർമലായിട്ട് സെറ്റിംഗ്സ് ചെന്ന് കഴിഞ്ഞാൽ റിംഗ് ടോൺ ചേഞ്ച് ചെയ്താൽ ചേഞ്ച് ആവില്ല. അതായത് കസ്റ്റം റിംഗ് ടോൺസ്, OnePlusന്റെ റിംഗ് ടോൺ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ കസ്റ്റമായിട്ട് നമുക്കൊരു പാട്ടോ ട്യൂണോ ഒക്കെ കയറ്റിയിടണമെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അത് മാനുവലായിട്ട് നമ്മൾ റൂട്ട് മാനേജർ വഴി അല്ലെങ്കിൽ TWRP ഒക്കെ വഴി കൊണ്ടിടേണ്ടി വരും. സോ അത് കുറച്ച് പണിയാണ്. സോ അതൊരു വലിയ ബഗ്ഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കസ്റ്റം റിംഗ് ടോൺ യൂസ് ചെയ്യുന്നവർക്ക്. രണ്ടാമത്തെ ഒരു ബഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് അതുപോലെ തന്നെ വാട്സാപ്പിൽ വീഡിയോ കോളോ വോയിസ് കോളോ ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൾ വോളിയം 100% ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഹെഡ്ഫോൺ കണക്ട് ചെയ്താണ് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ 100% വോളിയത്തിലായിരിക്കും വരുന്നത്. അത് നിങ്ങൾക്ക് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. കുറച്ച് കഴിഞ്ഞാലും അത് കുറയത്തില്ല, ലോക്കായി കിടക്കും. അപ്പോൾ നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. വയർഡ് ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ബഗ് വരുന്നത്. വാട്സാപ്പ് കോൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി വഴി കോൾ ചെയ്യുമ്പോഴാണ്, തേർഡ് പാർട്ടി ആപ്സ് വഴി കോൾ ചെയ്യുമ്പോൾ ഈ ഒരു ബഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ 2 ബഗ്ഗുകളാണ് ഈ ഒരു റോമിൽ ഇതുവരെയും കണ്ടിട്ടുള്ളത്. വേറെ കാര്യമായിട്ടുള്ള ബഗ്ഗുകളൊന്നും എവിടെയും സ്പോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് പെർഫോമൻസ് അഥവാ ഗെയിമിംഗ് സെക്ഷൻ. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഓക്സിജൻ OS ബിൽഡുകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരുന്ന ഒരു ബിൽഡെന്ന് വെച്ചാൽ അത് ഈ ഒരു GG2020 ആണ്. കാരണം പെർഫോമൻസിൽ നല്ലൊരു ബൂസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സ്റ്റോക്ക് കേർണൽ അല്ല PUBG സൂപ്പർ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. എവിടെയും ഒരു ചെറിയ ഫ്രെയിം ഡ്രോപ്സ് അവിടെ ഇവിടെയൊക്കെ ഫേസ് ചെയ്താലായി. നമ്മൾ TDM കളിക്കുമ്പോഴൊക്കെ 60 FPS ലോക്കായിട്ട് തന്നെയാണ് ഓടുന്നത്. ഇപ്പോൾ സാൻഹോക്കൊക്കെ ചാടുമ്പോൾ ഒരു 5-6 ടീംസൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു 50 FPS വരെയൊക്കെ അങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ആയിട്ട് തിരിച്ച് അപ്പം തന്നെ റിക്കവർ ചെയ്ത് വരും. ജമ്പ് ചെയ്യുന്ന സമയത്ത് ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ ചെറിയൊരു ഡ്രോപ്പ് അവിടെ ഇവിടെയൊക്കെ വന്നേക്കാം. പക്ഷേ
വേറൊരു പ്രശ്നമില്ല. സാധനം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാനായിട്ട് പറ്റും. ആൻഡ് CPU-ൻ്റെ കാര്യമൊക്കെ ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ത്രോട്ട്ലിംഗ് വളരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടത്. ബുള്ളറ്റ് രജിസ്ട്രേഷനൊക്കെ പക്കായിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് കേർണലിൽ നിൽക്കുന്നത്. അത് അമോഗിൻ്റെ ജൂലൈ 28 ഇറങ്ങിയ കേർണലാണ്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടും സ്റ്റിൽ ആ ഒരു കേർണൽ ഇതിനകത്ത് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. ഈവൻ നമ്മുടെ UI സ്മൂത്ത്നെസ്സിനെ വരെ ആ ഒരു കേർണലാണ് മാനേജ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ജീനോസ് കേർണലിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ ജീനോസ് കേർണൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. അതിനകത്ത് ജീനോസിൻ്റെ എവല്യൂഷൻ R10 എവല്യൂഷൻ R2 എന്ന് പറഞ്ഞ വെർഷനാണ് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ആ ഒരു സ്റ്റോക്ക് കേർണലിനേക്കാളും CPU വൈസ് ഒക്കെ നല്ല പെർഫോമൻസ് ഇത് ബൂസ്റ്റ് ചെയ്യുമെങ്കിലും ജീനോസ് കേർണൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രോട്ട്ലിംഗ് അനുഭവപ്പെടും. അവിടെ എവിടെയൊക്കെ നിങ്ങൾക്ക് FPS ഡ്രോപ്സ് റാൻഡം ആയിട്ടൊക്കെ ചിലപ്പോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ബുള്ളറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം 0 ആണ്. നിങ്ങൾ വെടിവെച്ചാൽ എനിമി വീഴത്തില്ല. അവിടെ ജസ്റ്റ് ബ്ലഡ് സ്പ്ലാറ്റർ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അവിടെ ബുള്ളറ്റ് രജിസ്റ്റർ ആവത്തില്ല. ആ ഒരു X മാർക്ക് കാണിച്ച് ബുള്ളറ്റ് അവിടെ രജിസ്റ്റർ ആവത്തില്ല. അങ്ങനെ ഒരുപാട് തവണ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ജീനോസിൻ്റെ കേർണൽ മാക്സിമം ഈ ഒരു റോമിൽ ഇടാനായിട്ട് നിൽക്കണ്ട. ജസ്റ്റ് സ്റ്റോക്ക് കേർണൽ അമോഗിൻ്റെ തന്നെ ആ ഒരു കിടക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു റോമിനകത്തുള്ള ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 to 10 hours ആണ് നമുക്ക് ഈ ഒരു റോമിൽ കാണാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങളുടെ യൂസ് അനുസരിച്ച് മാറുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കുറയും. ചെറിയ രീതിയിലെ ഗെയിം കളിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഗെയിം ഒട്ടും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് കൂടുകയും ചെയ്യും. സോ നിങ്ങളുടെ ബാറ്ററി ഹെൽത്തും അതുപോലെ തന്നെ യൂസേജും അനുസരിച്ച് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞ സംഭവം മാറുന്നുണ്ട്. ബട്ട് നമ്മുടെ ഫോണിൻ്റെ ഏജ് 2 വർഷം പഴക്കമുള്ളൊരു ഫോണിനകത്ത് ഇത്തരം ബാക്കപ്പ് കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അവസാനമായിട്ട് ഈ ഒരു റോമിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ദീവാലി ധമാക്ക എന്ന് പറഞ്ഞ റോമിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ റോമിലേക്ക് മാറണമെന്നുള്ളത് അത് നിങ്ങളുടെ ഒരു ഡിസിഷനാണ്. അതിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു തീമിൻ്റെ വ്യത്യാസം, അതുപോലെ തന്നെ സ്മൂത്ത്നെസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. സോ ഗെയിം കളിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ഒരു റോമിലേക്ക് വരാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റോം ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പറയും. കാരണം അടിപൊളിയായിട്ട് തന്നെയാണ് ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നത്. FPS ഒക്കെ വളരെ സ്റ്റേബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഗെയിമിംഗ് റോംസ് ഒക്കെ ട്രൈ ചെയ്തതിൽ നിന്നും ഏറ്റവും സ്റ്റേബിൾ FPS കിട്ടിയത് OxygenOS-ന്റെ GG2020 നിന്നാണ്. അടുത്തതായിട്ട് ഒരു സ്റ്റേബിൾ ഒരു എന്താ പറയുക, വേറെ വലിയ ഗെയിമിംഗ് ഇല്ല, നോർമൽ ഗെയിമിംഗ് ആണ്, സ്റ്റേബിളായിട്ട് വരണം, ബാറ്ററിയൊക്കെ അത്യാവശ്യം വേണം എന്നുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റോം ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. ആ ഒരു UI സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നിങ്ങളുടെ നീഡ്സ് ഒരു ഡെയിലി ഡ്രൈവറായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്റ്റേബിൾ റോം തന്നെയാണ് നമ്മുടെ ഈ ഒരു OxygenOS-ന്റെ GG2020 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് GG2020 എന്ന് പറഞ്ഞ ഈ ഒരു റോമിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റോം യൂസ് ചെയ്തിട്ട് എന്താണ് ഇതിനെ പറ്റിയുള്ള ഒപ്പീനിയൻസ് ഉള്ളത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാം. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ടുകൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാളേഷൻ വീഡിയോ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കുകൾ, കാര്യങ്ങൾ, ഫയൽസ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.